ചൊരിയണം. കർത്താവേ, ഞങ്ങൾ ഈ ക്ലാസ്സുകൾ പഠിക്കുന്ന നിമിത്തം ഞങ്ങളുടെ ആത്മീയജീവിതത്തിന് അത് അനുഗ്രഹമായി തീരണം, ഞങ്ങളുടെ ആത്മീയജീവിതത്തിന് ഉത്തേജനമായി തീരണം. ദൈവമായ കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ആത്മസാന്നിധ്യം പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രണ്ട് മിനിറ്റൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? ബ്രദർ ലാലു ഡാനിയൽ, ബ്രദർ ലാലു ഡാനിയൽ. തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ കൈകാര്യം ചെയ്യുന്ന പൗരോഹിത്യമാണ്. പൗരോഹിത്യം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ലേവ്യ പുസ്തകത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വിശദമായ വിശകലനങ്ങൾ നാം കാണുന്നത്. മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൽ ലേവി ഗോത്രത്തിലെ അഹരോന്യ കുടുംബത്തിന് മാത്രമേ പുരോഹിതന്മാരായി യാഗം കഴിക്കാൻ അനുവാദമുള്ളൂ. മറ്റു ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിലെ ലേവി ഗോത്രത്തിലെ അഹരോന്യ കുടുംബത്തിന് മാത്രമേ പുരോഹിതന്മാരായി യാഗം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിലെ പൗരോഹിത്യ രീതികളൊന്നും രഹസ്യമല്ല, അതിൽ മന്ത്രങ്ങളില്ല. മാന്യമായ ജീവിതത്തിന് ആവശ്യമായ പ്രമാണങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അത് പുരോഹിതന്റെ ഉത്തരവാദിത്വമായി ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതൊരു പ്രവാചക ദർശന പ്രകാരമുള്ളതാണ്. ഇതൊരു പ്രവാചക ദർശന പ്രകാരം ഉള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ എബ്രായ ലേഖനം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലും, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 9-ാം അധ്യായമൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണും. ഓരോ പ്രാവശ്യവും പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് കൈയും കാലും വെള്ളത്തിൽ കഴുകണം. ഓരോ പ്രാവശ്യവും ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് കൈയും കാലും എന്ത് ചെയ്യണം? വെള്ളത്തിൽ കഴുകണം. അഹരോൻ ആദ്യം പാദം വരെയുള്ള ഉടുപ്പ്, റോബ്സ്, ഈ തല മുതൽ കാൽപാദം വരെ എത്തുന്ന ഒരു നീളൻ കുപ്പായമാണ് സാധാരണ. നിങ്ങൾക്കറിയാം, പുരോഹിത വസ്ത്രം, നിങ്ങൾ ഈ പുസ്തകത്തിന് വായിക്കുമ്പോൾ പുരോഹിത വസ്ത്രത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അതിൽ പരാമർശമുണ്ട്. പുരോഹിത വസ്ത്രം, അപ്പൊ അത് നമുക്കറിയാം. അപ്പോ അഹരോൻ ആദ്യം പാദം വരെയുള്ള ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പിന് മുകളിൽ തോൾ വസ്ത്രമായ ഏഫോദ് ഉണ്ട്. ഏഫോദ് നമ്മൾ എപ്പോഴും പരാമർശിക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ. ഏഫോദ് ഉണ്ട്. അത് അര വരെ നീണ്ടു കിടക്കും. ഓക്കെ, അര വരെ നീണ്ടു കിടക്കുന്നു. അതിനു മുകളിൽ തോളിന്റെ 2 വശത്തെയും കോളർ പോലെ കിടക്കുന്ന ഒരു വസ്ത്രമുണ്ട്. തോളിന്റെ 2 വശത്തോട്ടും കോളർ പോലെ കിടക്കുന്ന ഒരു വസ്ത്രമുണ്ട്. അതിനു മുകളിലുള്ള വസ്ത്രം, എത്ര കുപ്പായ ഇവിടുന്ന് നോക്കണം. അതിനു മുകളിലുള്ള വസ്ത്രത്തിന്മേൽ 12
വിലയേറിയ മുത്തുകളും, അതിന് മുകളിലെ വസ്ത്രത്തിൽ 12 വിലയേറിയ മുത്തുകളും ഉറീമും തുമ്മീമും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഞാൻ ഒന്നുകൂടെ പറയുന്ന, അഹരോൻ ആദ്യം പാദം വരെയുള്ള ഒരു ഉടുപ്പുണ്ട്. അതിന് മുകളിൽ തോൾ വസ്ത്രമായ ഏഫോദ് ധരിക്കും. അത് അരവരെ നീണ്ടു കിടക്കുന്നു. അതിനു മുകളിൽ തോളിന്റെ 2 വശത്തെയും കോളർ പോലെ കിടക്കുന്ന വസ്ത്രമുണ്ട്. അതിന് മുകളിലുള്ള വസ്ത്രത്തിനിൽ 12 വിലയേറിയ മുത്തുകളും ഉറീമും തുമ്മീമും ഉണ്ട്. ചീട്ടിട്ട് ദൈവഹിതം അന്വേഷിക്കുന്നതിനായി, നമുക്കറിയാം ഉറീമും തുമ്മീമുമാണ് ചീട്ടിട്ട് ദൈവഹിതം അന്വേഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ചീട്ടിട്ട് ദൈവഹിതം അന്വേഷിക്കുന്നതിനായി ഇത് ഉപയോഗിക്കുന്നു. മാത്രമല്ല, തലയിൽ ഒരു തലപ്പാവുണ്ട്. ആ തലപ്പാവിനകത്ത് ഒരു സ്വർണ്ണ പലകയിൽ, നമ്മൾ ഈ സ്വർണ്ണ പ്ലേറ്റ് പോലൊരു സാധനത്തിനകത്ത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കുന്നു. തലപ്പാവില് ഒരു സ്വർണ്ണ പാളി, ഒരു പാളിയുണ്ട്. ആ പാളിയിൽ നമ്മൾ എന്തെഴുതിയിരിക്കുന്നു? യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആൾ വിശുദ്ധം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഗ്രീക്കിൽ അതിന് പറയുന്ന പദം ഹാഗിയോസ് എന്നാണ്. വിശുദ്ധി എന്നുള്ളതിന് ഹാഗിയോസ് തിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ, പരിശുദ്ധനായ ദൈവം എന്നാണ്. പക്ഷെ ഹാഗിയോസ് എന്ന വാക്കിന്റെ ലിറ്ററൽ അർത്ഥം എബ്രായ ഭാഷയിൽ എനിക്ക് തോന്നുന്നു ഖാദോഷ് എന്നൊക്കെയാണെന്നോ, ഖാദോഷ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് എന്നാ എൻ്റെ ഓർമ്മ. ഹാഗിയോസ് എന്ന വാക്കിന്റെ ലിറ്ററൽ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഹാഗിയോസ് എന്ന വാക്കിന്റെ ലിറ്ററൽ അർത്ഥം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടത്, ദാറ്റ് വിച്ച് ഈസ് സെപ്പറേറ്റഡ്, ദാറ്റ് വിച്ച് ഈസ് കെപ്റ്റ് അപ്പാർട്ട്, ദാറ്റ് വിച്ച് ഈസ് കോർഡൈൻഡ്, വേർതിരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പം ഈ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് ഈ തലപ്പാവിൽ എഴുതിയിരിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഈ ആൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ആൾ എന്ന് കാണാൻ കഴിയും. അഭിഷേക തൈലം ഒലിവെണ്ണയിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തു. അഭിഷേക തൈലത്തിന് സംസ്കാരം എന്നാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ് സംസ്കാരം? പറഞ്ഞാട്ടെ, സംസ്കാരം. അഭിഷേക തൈലത്തിന് സംസ്കാരം എന്നാണ് നാം വായിക്കുന്നത്. ഇത് ഒലിവ് എണ്ണയിൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു 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 തൈലമാണ്. സുഗന്ധദ്രവ്യങ്ങൾ, നമ്മൾ ഈ എണ്ണ കാച്ചുന്നത് പോലെ ഈ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ടുണ്ടാക്കുന്ന തൈലമാണിത്. പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. മാത്രമല്ല, പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും നമ്മൾ പൊതുവെ പറയുമ്പോൾ പ്രവാചകന്മാരെയും എന്നുകൂടെ പറയാം. പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും എന്ത് ചെയ്യും? ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. യഹോവയുടെ പ്രവൃത്തിക്കായി ഇവരെ വേർതിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് 3 പേരെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും, ഇവരെ 3 പേരെ എന്ത് ചെയ്യും? തൈലാഭിഷേകം ചെയ്യാറുണ്ട്. ഇങ്ങനെ തൈലാഭിഷേകം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇവർ കർത്താവിനായി വേർതിരിക്കപ്പെട്ടവർ, ശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് അഭിഷേകം. അങ്ങനെ അഭിഷേകം പ്രാപിച്ചവർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് ഭരണത്തിനുള്ള അധികാരം, പുരോഹിതന്മാർക്ക് ശുശ്രൂഷയ്ക്കുള്ള അധികാരം, പ്രവാചകന്മാർക്ക് പ്രവചനത്തിനുള്ള. അതൊരു സിംബോളിക്കാണ്. നമ്മൾ പുതിയ നിയമത്തിൽ അഭിഷേകം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്നാലും പഴയ നിയമത്തിൽ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ എണ്ണ കൊണ്ടുള്ള അഭിഷേകം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഈ അഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന മാറ്റർ ഉപയോഗിച്ച ആളുകളെ അഭിഷേകിക്കുക എന്ന് പറഞ്ഞാൽ സ്മിയർ അല്ലെങ്കിൽ പൂശുക, ഒരാളിന്റെ മേൽ അപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആക്റ്റാണ്. നമ്മൾ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ ഈ ആളിനെ പൂശുക എന്ന സത്യത്തിൽ അഭിഷേകിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരാളിനെ പൂശുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം അഭിഷേകത്താൽ, അത് മാത്രമല്ല ആലയത്തിൽ ഉപയോഗിക്കുന്ന സമാന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? അത് അഭിഷേകം ചെയ്ത് അത് വേർതിരിച്ചെടുക്കുന്ന സാധനം. അടുത്തത് സമർപ്പണയാഗങ്ങളാണ്. അടുത്ത എന്താണ് എന്ന് പറഞ്ഞാട്ടെ?
സമർപ്പണയാഗം. സമർപ്പണയാഗങ്ങൾ. എന്താണ് സമർപ്പണയാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8-ാം അധ്യായത്തിന്റെ 19 മുതൽ 36 വരെയുള്ള വാക്യം. അവരെ അഹരോനെയും പുത്രന്മാരെയും അഹരോനും പുത്രന്മാരും ഒക്കെ ഇങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്ത് വേർതിരിച്ചവരാണെങ്കിലും, അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് വേർതിരിക്കപ്പെട്ടവർ ആണെങ്കിലും, അഹരോനും പുത്രന്മാരും ഒക്കെ അഭിഷേകം ചെയ്ത് വേർതിരിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ ശുദ്ധീകരണത്തിനായി 3 യാഗങ്ങൾ അർപ്പിക്കണം. അവരുടെ ശുദ്ധീകരണത്തിനായി എത്ര യാഗങ്ങൾ അർപ്പിക്കണം? 3 യാഗങ്ങൾ അർപ്പിക്കണം. അവരുടെ ശുദ്ധീകരണത്തിനായി 3 യാഗങ്ങൾ അർപ്പിക്കണം. വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിന്റെ ആരാധനയിലും, അങ്ങനെ വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിന്റെ ആരാധനയിലും ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു പുരോഹിതനും ജനത്തെ ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധ്യമല്ല. ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു പുരോഹിതന് ജനത്തെ ആത്മീയ ശുശ്രൂഷയിൽ നയിക്കാൻ സാധ്യമല്ല. ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു സർവേ ഫലം ഞാൻ കണ്ടു. ഒരു സ്ഥിതിവിവര കണക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതായത് അമേരിക്കയിലെ, നമ്മൾ പറയുന്നത് വളരെ ഗോപ്യമായിട്ടാണ്, ഒരു 30 സെക്കൻഡ് റെക്കോർഡ് ചെയ്യുന്ന ഓഫ് ചെയ്താലും എനിക്ക് വിരോധമില്ല. ഒരു 30 സെക്കൻഡ് റെക്കോർഡിംഗ് സ്റ്റോർ വളരെ കൂലങ്കഷമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലത്തിൽ എത്തിയിരിക്കുന്നു. മാത്രമല്ല, തുടർന്ന് രക്തത്താൽ യാഗപീഠവും ശുദ്ധീകരിക്കുന്നു. പുരോഹിതന്മാരെ അധികാരപ്പെടുത്തുന്നുള്ള യാഗം മോശ അർപ്പിച്ചു. പുരോഹിതന്മാരുടെ കൈ മൃഗത്തിന്മേൽ വെച്ചിട്ട് മൃഗത്തിന്റെ രക്തം അഹ്റോന്റെ വലത്തെ കാതിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും പുരട്ടും. അഹ്റോന്റെ പുത്രന്മാരെയും അങ്ങനെ ചെയ്തു. അത് അവരുടെ ശരീരം മുഴുവൻ യഹോവയുടെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കൈയും കാലും ഒക്കെ, കൈയുടെയും കാലിന്റെയും ഒക്കെ പെരുവിരലില് രക്തം പുരട്ടുമ്പോൾ നമ്മൾ പാടത്തില്ലേ, ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവയ്ക്കായി എൻ ജീവനെയും. നമ്മൾ പണ്ട് പാടാറില്ലേ, ഇപ്പൊ അത് പാടുമെന്ന് എനിക്ക് അറിയത്തില്ല. കൺകൾ കാണട്ടെ നിൻ മുഖത്തെ യും എൻ ചെവികൾ ശ്രവിക്കുന്നൻ ഹൃദയം വഴങ്ങുന്നൻ രക്ഷക നിൻ വാകയായി. ഇന്നത്ര പേർക്ക് അത്ര ആത്മാർത്ഥമായിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കൈ, അപ്പൊ പഴയ നിയമത്തിൽ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, പുരോഹിതൻ അവന്റെ പെരുവിരലിലും കാലിന്റെ പെരുവിരലിലും കൈകളുടെ പെരുവിരലിലും ഒക്കെ ചോര പുരട്ടി ആ പുള്ളിക്കാരെയൊക്കെ കർത്താവിന്റെ വേലയ്ക്കായും ശരീരം മുഴുവൻ യഹോവയുടെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട് വേർതിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൾ ഇനി എന്നും ദൈവപ്രവൃത്തിക്കായി വേർതിരിച്ചിരിക്കുന്നു. അവന്റെ കാലുകൾ എന്നുമുള്ള ദൈവത്തിന്റെ വഴിയിൽ മാത്രം നടക്കാനേ ഉപയോഗിക്കണം. അവന്റെ ചെവിയിൽ രക്തം പുരട്ടിയത് ദൈവത്തിൽ നിന്ന് ശ്രദ്ധയോടെ കേൾക്കുവാൻ ഇനി ചെവി വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലളിതമായി പറഞ്ഞാൽ ഒരു എംപിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ. എന്താണ് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ കൂടെ സംസാരിക്കാൻ, ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കണ്ട. എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ? എന്തിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ? പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? മനുഷ്യനൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. മനുഷ്യ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, ഈ ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, ചുറ്റുപാടുകളിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തോ മനുഷ്യനൊന്നും ആസ്വദിക്കാൻ പറ്റാതെ വരും. ആസ്വദിക്കാന്നുള്ള രണ്ടാമത്തെ കാര്യം. ചുറ്റുവട്ടത്തിൽ എന്താ നടക്കുന്ന അറിയത്തില്ല. ആസ്വാദനം അവിടെ നിൽക്കട്ടെ, ചുറ്റുവട്ടത്തിൽ എന്താ നടക്കുന്ന അറിയത്തില്ല. കണ്ണ് കാണത്തില്ല, എവിടെങ്കിലും പോയി ഇടിക്കും. ചെവി കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല, മണക്കുന്നില്ല, രുചിക്കുന്നില്ല. അതിന് അർത്ഥം എക്സ്കമ്മ്യൂണിക്കേഷൻ. ലോകത്തിൽ നിന്നുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്തായി? ബ്രേക്ക് ആവുക. എന്ന് പറഞ്ഞാൽ, ഈ പുരോഹിതന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ രക്തം പുരട്ടുക വഴി ഈ ലോകത്തിൽ നിന്ന് പുരോഹിതനെ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഓക്കെ. അങ്ങനെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ വേർതിരിച്ചിരിക്കുകയാണ്. സമാധാന യാഗത്തിൻ്റെതുപോലെ സമർപ്പണ യാഗത്തിന്റെ ഇറച്ചിയും അർപ്പിക്കുന്നവർക്ക് ഭക്ഷിക്കാം.
വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാർ അടുത്ത 7 ദിവസത്തേക്ക് ആലയം വിട്ടു പോകാൻ പാടില്ല. അതൊരു പ്രമേയമാണ്. കർത്താവിന്റെ വേലയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാർ അടുത്ത 7 ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആലയം വിട്ടു പോകാൻ പാടുള്ളതല്ല. അടുത്ത 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 9-10 അധ്യായം വേണ്ടി യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാദാവും അബീഹവും അഹരോന്റെ മൂത്രപുത്രന്മാരാണ്. നാദാവും അബീഹവും അഹരോന്റെ മൂത്ത പുത്രന്മാരാണ്. ഓക്കെ. പ്രമാണപ്രകാരമുള്ള ആരാധന അനുഗ്രഹം നൽകുമ്പോൾ കൽപ്പനാലംഘികൾക്ക് അനർത്ഥമുണ്ടാകുന്നു. പ്രമാണപ്രകാരമുള്ള ആരാധന അനുഗ്രഹം നൽകുമ്പോൾ കൽപ്പനാലംഘികൾക്ക് അനർത്ഥമുണ്ടാകുന്നു. അതൊരു ഭയങ്കര വിഷയമാണ്. അതായത് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിനനുസരിച്ച് ആരാധിക്കണം. ഒരു സെക്കൻഡ്. പ്രമാണത്തിനനുസരിച്ച് ആരാധിക്കണം. ആ പ്രമാണം ലംഘിച്ചാൽ ആ ആരാധനയിൽ അനുഗ്രഹത്തിന് പകരം എന്താണ് കിട്ടുന്നത്? ശാപമാണ് കിട്ടുന്നത്. അപ്പൊ കയ്യിന്റെയും ഹാബേലിന്റെയും യാഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കയ്യിന്റെയും ഹാബേലിന്റെയും തന്നെ യാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. യാഗപീഠത്തിലെ വിശുദ്ധ അഗ്നി, യാഗപീഠത്തിൽ കത്തുന്ന അഗ്നി, നിങ്ങൾക്കറിയാം നാദാവും അബീഹവും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യാഗപീഠത്തിലെ അഗ്നി ദൈവം കത്തിച്ചതാണ്. യാഗപീഠത്തിലെ അഗ്നി ദൈവം കത്തിച്ചാണ്. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലെ തീ മാത്രമേ ആലയത്തിൽ ഉപയോഗിക്കാവൂ. നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലെ തീ മാത്രമേ ആലയത്തിൽ ഉപയോഗിക്കാവൂ. രണ്ടാമതായി, ധൂപകലശത്തിൽ ധൂപം കാട്ടാൻ മഹാപുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് സമാന കൂടാരത്തെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നോ? ഓക്കെ, ശ്രദ്ധിക്കൂ. 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ള ഒരു കൂടാരമാണ് എന്ത്? സമാന കൂടാരം. അതിന്റെ ചുറ്റും ഈ കർട്ടനാണ്. അതിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തിന് നമ്മൾ ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ പ്രാകാരം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ പ്രാകാരത്തിനകത്ത് പലകകൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത 2 മുറികൾ ഒന്നിച്ചുള്ളതുണ്ട്. ആ 2 മുറികൾ ശ്രദ്ധിക്കുമ്പോൾ അതിനെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തരും. നിങ്ങൾ എബ്രായ ലേഖനം 9-ാം അധ്യായം വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കണമേ. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്ന് പറയും. അപ്പൊ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന, അപ്പൊ പ്രാകാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആലയത്തിൽ നമ്മൾ വരുമ്പോൾ ആദ്യം വരുന്നത് പ്രാകാരത്തിലാണ്. പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്. ആലയത്തിലെയും സമാന കൂടാരത്തിലെയും യെരൂശലേം ദേവാലയത്തിലെയും ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് യാഗപീഠമാണ്. ഈ യാഗപീഠത്തിൽ ഈ യാഗപീഠം കഴിഞ്ഞിട്ട് വീണ്ടും അത് പ്രാകാരവാതിക്കലാണ് ഇരിക്കുന്നത്. യാഗപീഠം കഴിഞ്ഞിട്ട് നമ്മൾ വിശുദ്ധ സ്ഥലത്തോട്ട് കയറും. വിശുദ്ധ സ്ഥലത്തോട്ട് കയറുമ്പോൾ ഈ പ്രാകാരത്തിനകത്ത് തന്നെ വിശുദ്ധ സ്ഥലത്തിന്റെ വാതിക്കൽ ഇരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് പ്രാകാരവാതിക്കൽ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിന്റെ വാതിക്കൽ പ്രാകാരത്തിൽ തന്നെ ഇരിക്കുന്ന സാധനമാണ് താമ്രത്തൊട്ടി. എന്താണ്? താമ്രത്തൊട്ടി. അത് പ്രാകാരത്തിൽ തന്നെയാണ്, പക്ഷെ വിശുദ്ധ സ്ഥലത്തിന്റെ വാതിലാണ്. ഓക്കെ. മറ്റേത് പ്രാകാരത്തിന്റെ വാതിലാണ് എന്ത്? യാഗപീഠം. എന്നിട്ട് വിശുദ്ധ സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എത്ര ഉപകരണമാണ്? 3 ഉപകരണങ്ങൾ. ഏറ്റവും ഇടത്തെ അറ്റത്തിരിക്കുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ കവരവിളക്കാണ്. എന്താണ്? കവരവിളക്ക്. ഒത്ത നടുക്കിരിക്കുന്നത് കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. വലത്തെ അറ്റം ഇരിക്കുന്നതാണ് ധൂപപീഠം. എന്താണ്? ധൂപപീഠം. അങ്ങനെ 3 സാധനങ്ങളാണ് എവിടെയുള്ളത്? വിശുദ്ധ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മറശ്ശീലയാണുള്ളത്. ഒരു നല്ല നീല നൂല് കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള കട്ടാപെറ്റാസ്മ എന്നതിന് ഗ്രീക്കിൽ പറയുന്നത്. ഗ്രീക്കിൽ പറയുന്നത്. അത് കട്ടിയുള്ള ഒരു നീല കർട്ടനാണ്. അത് ഒരു മനുഷ്യനൊന്ന് വലിച്ചു കയറാനൊന്നും പറ്റത്തൊന്നും, അത്ര കട്ടിയാണ്. അത് നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുക. അതാണ് ഈ യേശുവിന്റെ ക്രൂശിലെ എണ്ണത്തിങ്കിൽ മേൽത്തട്ട് അടിയോളം 2ആയി ചീന്തപ്പെട്ട അതാണ്. അതിന്റെ നിറം എന്ന് പറയുന്ന നീല നിറമാണ്. സത്യത്തിൽ ക്രിസ്ത്യാനികളുടെ നിറം എന്താണ്? നീലയാണ്. എന്തുകൊണ്ടാണ് നീല? അതായത് അതിവിശുദ്ധ സ്ഥലമാണ് ഏറ്റവും വിശുദ്ധമായ സ്ഥലം.
വിശുദ്ധ സ്ഥലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർട്ടൻ ആയതുകൊണ്ടാണ് ഈ കർട്ടൻ എന്തുകൊണ്ടുണ്ടാക്കിയത്? നീല നൂല് കൊണ്ടുണ്ടാക്കിയത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ പെട്ടകമുണ്ട്. ഈ പെട്ടകം നമ്മുടെ വീട്ടിലെ പഴയ കാൽപ്പെട്ടി പോലൊരു പെട്ടി, അതിന് അളവൊക്കെ ഉണ്ട്. അളവില്ലാതെ പണിയാവുന്ന ഒറ്റ ഉപകരണമേ സമാന കൂടാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാണെന്നറിയാമോ? അതിന് മാത്രം ദൈവം അളവ് നിശ്ചയിച്ചില്ല. അറിയത്തില്ലേ പറയണ്ട, തെറ്റിക്കരുത്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നോണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇനി പറയുന്നതാന്ന് വിചാരിച്ച്. അറിയത്തില്ലെന്ന് പറയുക. സമാന കൂടാരത്തിൽ അളവ് പറയാത്ത ഒരൊറ്റ ഉപകരണമേ ഉള്ളൂ. പറയാമോ? അറിയത്തില്ലെന്ന് ആരെങ്കിലും ഒന്ന് പറ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. വാദം താമ്രത്തൊട്ടി. ആരാ അത് പറഞ്ഞേ? താങ്ക് യു. താങ്ക് യു. അളവ് പറയാത്ത, ഞാൻ പണ്ട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, അളവ് പറയാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ, താമ്രത്തൊട്ടി. അതുകൊണ്ടാണ് ശലോമോൻ ദൈവാലയം ഉണ്ടാക്കിയപ്പോൾ ആ താമ്രത്തൊട്ടിയുടെ സ്ഥാനത്ത് 12 കാളന്മാരെ തിരിച്ചു നിർത്തിയിട്ട് ഈ കാളന്മാരുടെ മണ്ടയ്ക്ക് 2000 ബെത്ത് കൊള്ളുന്ന ഒരു വലിയ കടല് തന്നെ ഉണ്ടാക്കി. ഒരു വലിയ കൊണ്ട് താമ്രക്കടൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പെട്ടകമുണ്ട്. ആ പെട്ടകത്തിനകത്ത് 3 സാധനങ്ങൾ ഉണ്ടെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഹരോന്റെ തളിർത്ത വടി, ന്യായപ്രമാണ കൽപ്പലക, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. ഈ 3 സാധനങ്ങൾ പെട്ടകത്തിനകത്ത് വെച്ച് അതിന്റെ മണ്ടയ്ക്ക് ഒരു മൂടി കൊണ്ട് മൂടിയിട്ടുണ്ട്. ഈ പെട്ടകം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഖദിരമരം കൊണ്ടാണ്. അത് നിങ്ങൾ എബ്രായലേഖനം 9 വായിച്ചാൽ മതി. അകവും പുറവും തങ്കം പൊതിഞ്ഞ ഖദിരമരം കൊണ്ട് ഈ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അകവും പുറവും തങ്കം കൊണ്ട് പൊതി. എന്നിട്ട് ഇതിനൊരു മൂടിയുണ്ട്, അത് തനി തങ്കം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വിശേഷാൽ നിങ്ങൾ അറിയേണ്ടത്, പ്രാകാരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും താമ്രം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്തുള്ള എല്ലാ ഉപകരണങ്ങളും സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? തനി തങ്കമാണ്. ഇത്രയും കാര്യം പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു വന്നതിന് സാരം, യാഗപീഠത്തിലെ തീ ആരാണ് കത്തിച്ച്? ദൈവമാണ്. ആ തീയിൽ നിന്നാണ് പിന്നെ പകരുന്നത്. നിങ്ങൾക്കറിയാം, യെശയ്യാവ് കണ്ട ദർശനത്തിലും യാഗപീഠത്തിൽ നിന്ന് ഒരു കനലെടുത്ത് എന്ത് ചെയ്തു? യെശയ്യാവിന്റെ അധരത്തെ തൊടിയിച്ചു. ആ കനൽ എന്ന് പറയുന്നത് തന്നെ ആര് കത്തിച്ച തീയാണ്? ദൈവം കത്തിച്ച തീയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ തീ നാവെ തൊട്ടാൽ, അധരത്തെ തൊട്ടാൽ അന്ന് വരെ ഇല്ലാത്ത അസാധാരണ ശുശ്രൂഷ യെശയ്യാവ് വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെടും. അപ്പൊ ദൈവത്തിന്റെ തീ നമ്മുടെ നാവിനെ, നമ്മുടെ അധരങ്ങളെ സ്പർശിക്കണം. അതാണ് അതിന്റെ പ്രമാണം. ഇന്ന് തീ എന്ന് പറയുമ്പോൾ കുറെ പെന്തക്കോസുകാർക്ക് ഭയങ്കര ഹാലിളക്കം. പണ്ട് ഞാനും ഒക്കെ അഭിഷേകം പ്രാപിക്കുമ്പോൾ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക എന്നുള്ള പാട്ട് പാടി അഭിഷേകം പ്രാപിച്ചു. പക്ഷെ ഇന്ന് IPC തന്നെയുള്ള പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള പാസ്റ്റർമാർക്ക് തീ എന്ന് പറയുമ്പോൾ ഏതോ എന്താ ഒരു ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. പണ്ട് തീ കത്തിക്ക, പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപ്പടപ്പിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവെ തീ കത്തിക്ക. പെന്തക്കോസ്തി എന്തെല്ലാം പാട്ട് നമ്മൾ പാടി. ഇപ്പൊ അത് പാടി, തീ പോലെ ഇറങ്ങണ, അത് പാടാൻ പാടില്ല. തീ കത്തിക്കാന്നുള്ള പാട്ട്, തീ പോലെ ഇറങ്ങണമേ, അതൊരു വാക്യം തന്നെ യെശയ്യാവിലെ. പക്ഷേ അതങ്ങോട്ട് ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ആളുകളുടെയൊക്കെ കണ്ണു തുറക്കണം. നമ്മൾ പഴയ പാരമ്പര്യക്കാരുടെ കൂട്ട്, പട്ടത്ത് സഭക്കാരുടെ കൂട്ട് അഭിഷേകത്തെയും തള്ളിപ്പറഞ്ഞ് എല്ലാം കാണിക്കുന്ന പെർഫോമൻസ് എല്ലാം ശരിയാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. തട്ടിപ്പുകാരുണ്ടാവും. അതിപ്പം നല്ല നോട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ട്? 15ന്റെ കള്ളനോട്ടുണ്ടോ? 25ന്റെ കള്ളനോട്ടുണ്ടോ? 150ന്റെ കള്ളനോട്ടുണ്ടോ? 75ന്റെ കള്ളനോട്ടുണ്ടോ? നിങ്ങളെന്താ മിണ്ടാത്തേ? 100ന്റെ ഉണ്ടല്ലേ, 200ന്റെ ഉണ്ടല്ലേ, 20ന്റെ ഉണ്ടല്ലേ, 50ന്റെ ഉണ്ടല്ലേ, 500ന്റെ ഉണ്ടല്ലേ. ഇപ്പൊ 1000ന്റെ കള്ളനോട്ടുണ്ടോ? എന്താ കാര്യം? എന്താ? ഒറിജിനൽ ഉള്ളതിനെ കള്ളനുള്ളൂ. കള്ളനാണയങ്ങൾ ഇറങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒറിജിനലും ഉണ്ട്. ഒറിജിനലിനോട് കിടപിടിക്കുന്ന കള്ളന്മാരും ഇറങ്ങുന്നു. അതുകൊണ്ട് കള്ളന്മാർ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ഒറിജിനലിനെ എല്ലാം മോദി ചെയ്ത് പിൻവലിച്ച പോലെ പിൻവലിച്ചാൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും.
ഉണ്ടോ? കള്ളനോട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ ഒറിജിനൽ എല്ലാം പിൻവലിച്ചത്. ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടു. ആളുകൾക്ക് ആ ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്ന് വെള്ളം കുടിക്കാൻ കാശില്ലാതെ എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇത്ര കാര്യം എന്താണ്? ഡിമോണിറ്റൈസേഷൻ. ഞാൻ ഡിമോണിറ്റൈസേഷൻ നടത്തി എതിരാവുന്ന അനുകൂലം, ഇത് റെക്കോർഡ് ചെയ്യുന്നതോടെ ഞാൻ ഇങ്ങനെ പറയുക, എതിരാല അനുകൂലമാവുന്നുള്ളതല്ല എന്റെ വിഷയം. എന്റെ വിഷയം കള്ളൻ ഉണ്ടെങ്കിൽ ഒറിജിനൽ ഉണ്ടായതുകൊണ്ട് ആ കള്ളൻ വരുന്നത്. പക്ഷെ കള്ളൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒറിജിനൽ അല്ല ഇല്ലെന്ന് പറഞ്ഞാലോ എല്ലാം കള്ളന്മാരാ. അപ്പൊ പിന്നെ ഒറിജിനൽ എന്ത് ചെയ്യേ? ഒറിജിനൽ ഉണ്ടല്ലേ കള്ളനുള്ളൂ. ഒറിജിനൽ ഉണ്ടെങ്കിലേ കള്ളനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥത്തിൽ ഒറിജിനൽ തീ ഉണ്ട്. ഒറിജിനൽ തീ ഉണ്ട്. അതുകൊണ്ട് ഒറിജിനൽ തീ ഉണ്ടെന്ന് നിഷേധിക്കാൻ പാടില്ല. ആ തീയെ തിരിച്ചറിയണം. ആ തിരി നമ്മൾ കത്തിക്കാൻ ദൈവത്തോട് പറയണം. അങ്ങനെ ഒരു ആത്മജാല കത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുകയുള്ളൂ. ഓക്കെ, ഗോ ഹെഡ്. അപ്പോ ഈ അതിവിശുദ്ധ സ്ഥലത്തെ ഈ സാധനങ്ങൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലുള്ള യാഗപീഠത്തിൽ കത്തുന്ന തീ, അതേ തീ തന്നെയാണ് എവിടെയും കൊണ്ട് കത്തിക്കുന്നത്? ധൂപപീഠത്തിൽ. എവിടെ? ധൂപപീഠത്തിൽ. ആലയത്തിൽ കത്തിക്കാൻ പുറത്തുനിന്ന് തീ കൊണ്ടുവരാൻ പാടില്ല. ധൂപടത്തിൽ. അതുകൊണ്ടാണ് പുറത്തുനിന്ന് തീ കൊണ്ടുവന്ന് കത്തിച്ചാണ് ആര് തട്ടിപ്പോയത്? പുരോഹിത പുത്രനായാലും. കുറിച്ചോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് കുറിച്ചു വെക്കുക. പുരോഹിതര പുത്രരാണെങ്കിൽ എന്താണെങ്കിലും നാദാബും അബീഹവും സത്യത്തിൽ അഹരോന്റെ മൂത്ത പുത്രന്മാരാ. പുരോഹിത പുത്രന്മാരായാലും അന്യാഗ്നി ആലയത്തിൽ കത്തിച്ചാൽ ബാക്കി പറ തട്ടിപ്പോവും. ഓക്കെ, ഇനി അടുത്ത 10-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആചാരവിശുദ്ധി മാത്രം പോരാ. നമുക്കൊക്കെ ഇന്ന് പറ്റിയ കുഴപ്പം, നമ്മൾ വിശുദ്ധി എല്ലാം റിച്വലിലാണ്, ആചാരങ്ങളിലാണ് വിശുദ്ധി. ജീവിതത്തിൽ വിശുദ്ധി വേണം. ഇപ്പൊ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നിടത്ത് എന്തൊക്കെയുണ്ട്? സ്നേഹം, സന്തോഷം, സമാധാനം, അത് ഇൻവേർഡ് ആണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം, അത് ഔട്ട്വേർഡ് ആണ്. ഇന്ദ്രജയം, വിശ്വസ്തത, സൗമ്യത അപ്വേർഡ് ആണ്. ദൈവമായുള്ള ബന്ധത്തിലാണ്. വിശ്വസ്തത വേണം, സൗമ്യത വേണം, ഇന്ദ്രിയങ്ങളിന്മേൽ ജയം വേണം, സ്വയം നിയന്ത്രണമുള്ളവരായിരിക്കണം പുരോഹിതന്മാർ. പൗലോസിന്റെ ഭാഷയിൽ പറയുന്നുണ്ട്, മൂപ്പനെ കുറിച്ച് പറയുമ്പോൾ ഏകഭാര്യയുള്ള ഭർത്താവും മദ്യപിക്കുന്നവരാകരുത്. പഴയ നിയമത്തിലും. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്നത്തെ ദിവസം തോന്നിട്ടില്ല. ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ശബ്ദം ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് വൈഫൈയിലായി ഇത് ഓടുന്നേ. മഴ ശക്തമായി ചെയ്താൽ പല വൈഫൈ കട്ടായി പോയാൽ ക്ലാസ് മുടങ്ങിപ്പോവും. നിങ്ങൾ ദയവായി സദയം എന്നോട് ക്ഷമിക്കണം. എന്തായാലും തുടരാം. കറണ്ട് പോയാലും പ്രശ്നമാണ്. കറണ്ട് പോയാലും വൈഫൈ പോവും. കറണ്ട് പോകുന്നെങ്കിലാ വൈഫൈ പോന്നേ. കറണ്ട് പോയാൽ വൈഫൈ പോവും. അതുകൊണ്ട് നിങ്ങൾ ക്ലീനായിരിക്കും. കറണ്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരം, ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന തരത്തിൽ ആരാധിക്കണം. ആരാധിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ മദ്യപാനികളാകരുത്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ തല്ലുകാരും മദ്യപാനികളും ആരും വഴക്കാളികളാകരുത്. ഞാൻ കണ്ടിട്ടുണ്ട് പള്ളിക്കകത്ത് ഇങ്ങനെ കൈ ചുരുട്ടുന്ന പാസ്റ്റർമാരെ. സോറി ടു ടെൽ, ഐ ടെൽ യു പ്ലെയിൻലി. എന്തോ ചെയ്യും? കൈ ചുരുട്ടും. എന്റെ ചെവിക്ക് ഞാൻ കേട്ടൊരു കാര്യം, ആ പാസ്റ്റർ മരിച്ചുപോയി, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. എനിക്കൊരു 10-18 വയസ്സുള്ളപ്പോ ഒരു പാസ്റ്റും വേറൊരു വീട്ടുകാരുടെ വഴക്കുണ്ടായപ്പോ ആ പാസ്റ്റ് പറയുന്നത് എന്റെ ചെവിക്ക് കേട്ടാ, എന്റെ ഈ ഉടുപ്പം ഊരിയാലുണ്ടല്ലോ തങ്കച്ചൻ വേറെ ആളാണ്. പാസ്റ്റർ പേര് തങ്കച്ചൻ, നാ മരിച്ചുപോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത്. വഴക്കാളിയാകരുത്, തല്ലുകാരാകരുത്, സ്വയം നിയന്ത്രണമുള്ളവരായിരിക്കണം, മദ്യപാനികളാകരുത്. ഇനി ദൈവത്തിന് തന്നെയും ദൈവത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വിശുദ്ധിയും അശുദ്ധിയും. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 33 വരെയുള്ള വാക്യങ്ങൾ, അതിൽ തന്നെ ശുദ്ധിയും അശുദ്ധിയുമുള്ള ജീവികളുണ്ട്. ഭക്ഷണം മനുഷ്യന് അത്യാവശ്യമുള്ളതാണെങ്കിലും രാജകീയ പുരോഹിത വർഗം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ആദ്യം ശുദ്ധിയുള്ളവയെ കുറിച്ചും പിന്നീട് ശുദ്ധി ഇല്ലാത്തവയെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അറിയണം, ഇസ്രായേൽ ജനത്തിന്റെ അയൽക്കാർ പന്നിയെ വിശുദ്ധമായി കണ്ടിരുന്ന സാഹചര്യത്തിൽ ഇതൊരു അശുദ്ധ ജീവിയാണെന്ന് ദൈവം കൽപ്പന കൊടുത്തു. അതുകൊണ്ട് അയ വെട്ടുന്നതും കുളമ്പ് വിരിഞ്ഞതിനെ നമ്മൾ തിന്നാവൂ. കുതിര അരച്ച് കഴിക്കാൻ പാടില്ല.
മുയലിറച്ചിയും കഴിക്കാൻ പാടില്ല എന്നുള്ള സത്യം. പന്നിയിറച്ചിയും കഴിക്കാൻ പാടില്ല, കാരണം അയ വെട്ടുന്നതും ഈ പുതിയ നിയമത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എല്ലാം ശുദ്ധിയുള്ളത് നമ്മൾ പറയും, അതൊക്കെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാലും ദൈവം പ്രത്യേക കൽപ്പന കൊടുത്തു, പന്നിയുടെ ഇറച്ചി ഭക്ഷിക്കാൻ പാടില്ല. ശുദ്ധിയും അശുദ്ധിയും വേർതിരിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം ജാതീയ രീതി. എന്തിനാണ് ഈ ശുദ്ധിയും അശുദ്ധിയും ഇസ്രായേൽ മക്കൾക്ക് കൊണ്ട് ദൈവം ഇങ്ങനെ ഒരു ഡിമാർക്കേഷൻ, ഒരു ഡിവിഷൻ, ഒരു സെപ്പറേഷൻ വെച്ചെന്നറിയാമോ? അതിന്റെ അർത്ഥം ജാതികളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് ദൈവത്തിന് അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. വി ആർ എ സെപ്പറേറ്റഡ് പീപ്പിൾ, ബീങ് സെപ്പറേറ്റഡ് ഫ്രം ദ ജെന്റൈൽസ്. ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് യഹൂദർ. നമുക്കും അത് ബാധകമാണ്. മാത്രമല്ല ജാതികളുടെ രീതികൾ നമ്മൾ പടർത്താൻ അല്ലെങ്കിൽ പകർത്താൻ പാടില്ല. ജാതീയ ആരാധനകളിലെ രീതികൾ പകർത്താൻ പാടില്ല. ജാതീയ ഭക്ഷണ രീതികൾ പകർത്താൻ പാടില്ല. ജാതീയ ആചാരങ്ങൾ പകർത്താൻ പാടില്ല. രണ്ടാമത് നമുക്ക് ശുദ്ധിയുള്ള ഒരു ആഹാര രീതി ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, ഈ ഒന്നാമത്തെ ജെറുസലേം കൗൺസിൽ കഴിഞ്ഞിട്ട് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെ യഹൂദന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാൻ നിർബന്ധിക്കേണ്ട, അവരെ പരിച്ഛേദന കഴിക്കേണ്ട, അത്തരത്തിലുള്ള യഹൂദ മത ആചാരങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണ്ട എന്ന് പറഞ്ഞ് 15 യെരുശലേം കൗൺസിൽ തീരുമാനമെടുത്തെങ്കിലും നിങ്ങൾ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കത്തെഴുതി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ള അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വന്ന സഭകൾക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾ രക്തത്തോടുകൂടി എന്ത് ചെയ്യരുത്? തിന്നരുത്. ശ്വാസം മുട്ടിച്ചത്തത് തിന്നരുത്. ശ്രദ്ധിച്ചത്? ഓക്കെ. അപ്പൊ അങ്ങനെ ശ്വാസം മുട്ടിച്ചത്തതിനെ രക്തത്തോടുകൂടി ഒന്ന് തിന്നാൻ പാടുള്ളതല്ല. മാത്രമല്ല അക്കാലത്ത് ഒരു റിച്വലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ്